ഹലോ ഗൈസ്, ഇന്നപ്പോൾ നമ്മുടെ ഡേ 2 ആട്ടോ വരുന്നത്. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഇപ്പം നമ്മുടെ സ്റ്റേ നമ്മളിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പം രാവിലെ 11 ചെക്ക് ഔട്ട് ടൈം പറഞ്ഞത്. അപ്പം നമ്മളെല്ലാം സെറ്റാക്കി ഇനിയിപ്പോൾ ഇറങ്ങുക കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ കാറ് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തന്നിരുന്നു. നൈറ്റ് വന്നിട്ട് പിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കാർ ഇവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ ട്യൂബ് കയറി ഇന്നലെ പോയ പോലെ തന്നെയാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ലണ്ടൻ ടൗണിലോട്ട് ആണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടെ തന്നെ അവർ നല്ലൊരു ഹോസ്റ്റ് ആയിരുന്നു നമുക്ക് എയർബിഎൻബിയിൽ കിട്ടിയത്. അപ്പോൾ അവരിവിടെ ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാർ ഇവിടെ ഇട്ടിട്ട് എല്ലാം നമ്മൾ വിൻ്റർ വണ്ടർലാൻഡ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് കാർ എടുക്കത്തുള്ളൂ. അപ്പോൾ ആ കീ ഇവിടെ ആട്ടോ വെക്കുന്നത്. ഇവിടെ ഒരു കീ വെക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കീ വെച്ചിട്ട് നമ്മളിത് ഇറങ്ങാണ്. ഇന്നലത്തേക്കാ പൊട്ട വെതറാട്ടോ, ഫുൾ മഴയാണ്. ഇന്ന് മഴയാട്ടോ, മഴയ്ക്ക് യാതൊരു കുറവ് കൂടാതെ സംഭവിച്ചു, ഫുൾ മഴ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഗ്രെക്സിൽ വന്നേക്കാട്ടോ. നമ്മളിവിടെ നിന്ന് സാൻഡ്വിച്ച് റോളും പിന്നെ കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ബൊറോ മാർക്കറ്റിൽ പോകാനായിരുന്നു കേട്ടോ പ്ലാൻ. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഒരു ട്യൂബ് മാറി കയറാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു കാനറി വാഫ്. അപ്പോൾ അവിടെ ഒരു റൂഫ് ടോപ്പ് ഗാർഡൻ പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ റൂഫ് ടോപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പോവാണേ. ഈ റൂഫ് ടോപ്പ് ഗാർഡൻ ഇവർ സെറ്റ് ചെയ്തേക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ എന്തോ ഒരു 3rd or 4th ഫ്ലോറിലാട്ടോ. ഒരുപാട് പ്ലാന്റ്സും മരങ്ങളൊക്കെ ഈ ഒരു ഗാർഡനിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടേട്ടോ. പെൻഗ്വിൻസിനെ ഇവരിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടായിരുന്നു പെൻഗ്വിൻസിനെ കാണാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പെൻഗ്വിൻസിനെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കാണുന്നത്. എന്തെങ്കിലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഈ റൂഫ് ടോപ്പ് ഗാർഡനൊക്കെ ചുറ്റി നടന്ന് കാണായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടാട്ടോ ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഗൈസ് ദാ നമ്മുടെ വാഴ, അതും ലണ്ടൻ കാനറി വാഫിൻ്റെ അകത്ത്. കപ്പങ്ങയാണോ? കപ്പങ്ങയാണ് അതുപോലെയല്ലേ അല്ലേ? ഇവിടെ കട്ട ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വീണു അർജുനും കൂടെ അവരുടെ ഫോട്ടോഗ്രാഫി സ്കിൽസൊക്കെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ അപ്പോൾ അടുത്ത ട്യൂബ് സ്റ്റേഷൻ അന്വേഷിച്ച് നടക്കാം കേട്ടോ. ഇവിടെ തീം ഫുൾ വഴുതിച്ച പോലത്തെ അവസ്ഥയായിരുന്നു. നമ്മൾ മാപ്പ് ഇട്ടിട്ടും കറക്റ്റ് ഒരു ലൊക്കേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അടുത്ത ട്യൂബ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ട്യൂബ് സ്റ്റേഷൻ കണ്ടുപിടിച്ചു കേട്ടോ അറ്റ് ലാസ്റ്റ്. നമ്മളപ്പോൾ ഇനി എങ്ങോട്ടാ പോകുന്നത്? ബോറോ മാർക്കറ്റ്. യെസ്, നമ്മളിനി ബോറോ മാർക്കറ്റിലാണ് പോകുന്നത്. നമ്മൾ ബൊറോ മാർക്കറ്റ് എത്തിയിട്ടോ. അങ്ങനെ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ലണ്ടനിൽ അത്യാവശ്യം നല്ല ക്രൗഡാണ് എല്ലായിടത്തും. നമ്മൾ പോയ ഓൾമോസ്റ്റ് മിക്ക സ്ഥലത്തും നല്ല ക്രൗഡായിരുന്നു. ബിക്കോസ് ഒരുപാട് പേര് ഈ ക്രിസ്മസ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന കാരണം മൊത്തത്തിൽ ഈ ഒരു ഡിസംബർ മന്ത് ലണ്ടൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ലണ്ടൻ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ കാണാനായിട്ട്. ഒരുപാട് ടൈപ്പ് ഫുഡ് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെയുള്ള മിക്ക മാർക്കറ്റ്സും ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതാട്ടോ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലണ്ടനിലെ സ്ട്രോബെറി ചോക്ലേറ്റ് വരുന്നത്. ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് മിക്കവരും ഇത് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് £8.5 ആണ്. ഇതെനിക്ക് കുറച്ച് ഓവർ ഹൈപ്ഡ് ആയിട്ടാണ് തോന്നിയത്. എനിക്കൊരു
ഓക്കെ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഷോപ്സിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. കുറേ നേരം ക്യൂവിലൊക്കെ നിന്നാലാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കാൻ പറ്റുക. കാരണം ഭയങ്കര തിരക്കാണ്. ഓരോ ഷോപ്പിലും കയറാൻ വേണ്ടിയിട്ട് ലോങ് ക്യൂസ് ആട്ടോ. നമ്മൾ വന്നിട്ടുണ്ടല്ലോ, ഇന്നലെ രാത്രി നമ്മളൊരു ഗാർഡനിൽ വന്നിട്ട് ഇത് ക്ലോസ് ആയിപ്പോയല്ലോ, അങ്ങോട്ടേക്ക് വന്നേക്കാട്ടോ. ഇതൊരു ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് നാളത്തേക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു ഗാർഡൻ ആട്ടോ. ഇത് മരിച്ചു പോയവർക്ക് വേണ്ടി ഫ്ലവേഴ്സ് അവർ പേരൊക്കെ എഴുതി പ്ലേസ് ചെയ്യണതാട്ടോ. ഈ ഫ്ലവേഴ്സ് എല്ലാം ഓരോ ആളുകൾ ഡൊണേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. അവിടെ കൗണ്ടേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗാർഡനിൽ ഫുൾ ഇങ്ങനെ ഫ്ലവേഴ്സ് നിൽക്കുമ്പോൾ ഉള്ളൊരു ഭംഗി കാണണമെങ്കിൽ കുറച്ചും കൂടെ ഇരുട്ടാവണം. കാരണം ഈ ഫ്ലവേഴ്സിലൊക്കെ ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ലൈറ്റ്സ് രാത്രി ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗാർഡൻ ഫുള്ളൊരു ലൈറ്റ് അപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മളപ്പോൾ വിൻ്റർ വണ്ടർലാൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളതാ വിൻ്റർ വണ്ടർലാൻഡിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ടോ. ലൈറ്റ്സ് ഒക്കെ കാണാം നമുക്ക് അവിടെ നോക്കുമ്പോൾ. ഇന്നൊരു മഴ ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഫുൾ മഴയായിരുന്നു. നമ്മൾ വന്നത് നല്ല പീക്ക് ടൈമിലായതുകൊണ്ട് തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മഴയത്ത് ക്യൂ ഒക്കെ നിന്നിട്ടാണ് അകത്തേക്ക് കയറാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇവർ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ ചെക്കിൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി. ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ അത്യാവശ്യം നല്ല പേടിയാവുന്ന പോലത്തെ കുറേ റൈഡ്സ് ഉണ്ട് ഇവിടെ. നല്ല അഡ്രിനാലിൻ റഷ് വരുന്ന റൈഡ്സ് ആട്ടോ മിക്കതും. എനിക്ക് നല്ല പേടിയുള്ളത് കൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല. പക്ഷെ ഇങ്ങനത്തെ റൈഡ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇവിടെ. കാരണം കുറേ അങ്ങനത്തെ റൈഡ്സ് ഇവിടെ ഉണ്ട്. Anyone can play, anyone can win. It's all you need to be my next. ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഓൾമോസ്റ്റ് മിക്ക ഗെയിംസും നല്ല ഉടായ്പാണ്. കാരണം എന്തായാലും നമുക്ക് 100% ഉറപ്പാണ് അതൊന്നും കിട്ടത്തില്ല എന്നുള്ളത്. പിന്നെ ചുമ്മാ കളിച്ച് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളിവിടെ കണ്ടൊരു വെറൈറ്റി ഗെയിമായിരുന്നു കേട്ടോ. പശുവിൻ്റെ പാല് കറക്കുന്ന എത്ര ലിറ്റേഴ്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത്രയും ലിറ്റേഴ്സ് പാല് കറക്കുന്ന ആൾക്ക് വേറെ ഏതോ റൈഡ് കയറാണെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും. അതായിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ. നമ്മൾ കാർ ഓടിക്കാൻ പോവാണ്. നമ്മൾ ഈ ഒരു റൈഡിൽ കയറുക കേട്ടോ. ഇത് ചുമ്മാ ഇങ്ങനെ മിക്ക അമ്യൂസ്മെൻറ്റ് പാർക്സിലും ഇപ്പം മോളിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കാർ റൈഡ്സ്. ചുമ്മാ ഇതിനകത്ത് നമ്മൾ 4 പേരും കൂടെ ചെയ്യുമ്പോൾ രസമായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഇതിൽ കയറുകയാണ്. അങ്ങനെ നമ്മുടെ കാർ ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഐസ് സ്കേറ്റിംഗ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. സ്കേറ്റിംഗ് അറിയുന്നവർക്ക് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇത് സ്കേറ്റിംഗ് അറിയില്ലെങ്കിൽ നല്ലപോലെ വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
കാരണം കുറേ പേര് വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ലണ്ടൻ ട്രിപ്പ് ഓൾമോസ്റ്റ് തീരാറായി. നമ്മൾ വിൻ്റർ വണ്ടർലാൻഡിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അക്കോമഡേഷൻ്റെ അവിടെയാണല്ലോ കാറ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ പോയി കാറ് എടുത്തിട്ട് നമ്മൾ ലിവർപൂളിലേക്ക് തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം.